പിന്നെ അദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റോളജിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആളാണ്. കേരളത്തിൻ്റെ ഒരു നൊസ്റ്റോളജി ആയ സാറിന് ഭയങ്കരമായിട്ടുണ്ട്, ജയകുമാർ സാറിന്. അപ്പോൾ സാറ് എൻ്റെ മനസ്സിലൊരു ഒരാശയം വന്നു. അത് എങ്ങനെ പുള്ളി ഞാൻ പറഞ്ഞില്ല ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുന്ന പറയുന്നത് Okay. ഫാമിലി ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, സംവിധായകനാണ്. സത്യമാണ്. ഇപ്പം നമുക്കും തോന്നിയിട്ടുണ്ട്. സിനിമ കാരണം അതുമായിട്ട് ഭയങ്കര അതെ. കണക്ട് അത് തന്നെയാണ് പറഞ്ഞത്. കാരണം പുള്ളി അവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ പുള്ളിയുടെ ജീവിതം മുഴുവൻ ബോംബെയിലാണ്. പക്ഷെ എന്നിട്ടും പുള്ളിക്ക് ഇഷ്ടംപോലെ ഹിന്ദി ചെയ്യാം അല്ലെങ്കിൽ തമിഴ് ചെയ്യാം. പുള്ളി മലയാളത്തിൽ ചെയ്യണം എന്നാലേക്കണം. മലയാളികൾ ഇങ്ങനെ വഴിതെറ്റിയതായിട്ട് പുള്ളി ആ, സ്വന്തം അതെ. നാടിനോടുള്ള ഒരു nostalgia നാട്ടിലെ തന്നെയാണ്. ആളുകൾ ഇപ്പം നമ്മളിപ്പോ ഒരുപാട് ന്യൂസ് കേൾക്കും. കാണുന്നുണ്ടല്ലോ, പിള്ളേർ അവിടെ അത് ഇതും അതെ. ഇപ്പം ചെറിയ കുട്ടികളടക്കം ഡ്രഗാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ അടുത്ത ഒരു എന്തോ ന്യൂസ് 4ാം ക്ലാസ് പഠിക്കുന്ന അതെ, കുട്ടിയുടെ അതെ. ബാഗിലൊക്കെയാണ് MDM കണ്ടിരിക്കുന്നതെന്നാണ്. അപ്പൊ ഇതൊക്കെ പുള്ളി അറിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് പുള്ളി നാട് നന്നാവണം എന്നുള്ള ഇതിന്റെ ആഗ്രഹിക്കുന്ന വലിയ രസം വെച്ചാൽ സാറിന് ഇത് മറ്റേ ഹിന്ദിയിൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓ. സാറിന്റെ മകളൊക്കെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി അടക്കം ഓ, ചെയ്യുന്നതാണ്. സാറിന് അവിടെ ബോംബെയിൽ വലിയ സ്റ്റുഡിയോ ഉണ്ട്, ഷൂട്ടിംഗ് ഫ്ലോർ ഉണ്ട്, ഓ, അതൊക്കെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് ഈ കേരളത്തിനോടുള്ള മലയാളത്തിനോടുള്ള വലിയൊരു സ്നേഹം. ഇഷ്ടമുണ്ട്. അപ്പോൾ മലയാളികൾ കേരളത്തിലേക്ക് ഇങ്ങനെ ഡ്രഗ്സ് ഒഴുകുമ്പോൾ കേരളത്തിലെ കുട്ടികളൊക്കെ ഈ ഡ്രഗ്സിന് അടിമപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ നമുക്ക് ഭയങ്കര ഭയങ്കര സങ്കടം തോന്നുന്ന സങ്കടമുള്ള ഒരു കാര്യമാണ് അത്. വാർത്തയാണ്.